ഹലോ ഹായ് വെൽക്കം ബാക്ക്. റേഷൻ പുഴുങ്ങലരി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയും സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നേരെ വീഡിയോയിലേക്ക് പോവാം. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് ഇത്. ഞാനൊരു 2-3 മണിക്കൂർ സമയം നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. ഒരു വലിയ സവാളനെ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഉള്ളിയും ഇതൊക്കെ നമ്മുടെ ഈ ഒരു അരിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു അരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഓവർലോഡായിട്ട് അരച്ചാൽ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരക്കുന്ന ടൈമിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാതെ ഒരു തരിയോട് കൂടിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചിട്ടുള്ള അരി മുഴുവനായിട്ടും ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് കിട്ടണം. നമ്മളിതിലേക്ക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ടൈറ്റായിട്ട് കിട്ടും. ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി നന്നായി കഴുകി ഫ്ലോർ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ ഇട്ട് കൊടുക്കാണ്ട് നമ്മുടെ ഈ ഒരു അളവിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം തന്നെ നമ്മുടെ കറക്റ്റ് അളവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി അരി ഇട്ടിട്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഈ ഒരു അരിയൊക്കെ അരപ്പ് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായ നന്നായിട്ട് അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതുപോലെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു വെള്ള നൂല് പോലുള്ള ഈ ഒരു സാധനം ഉണ്ടാവും. ഇത് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ വയറുവേദന എടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കല്ലുമ്മക്കായൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഞാൻ മുഴുവൻ എണ്ണത്തിൻ്റെയും കണ്ടില്ലേ ഈ നൂല് പോലത്തെ ഈ ഒരു ഐറ്റം ഞാൻ എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിലല്ലെങ്കിൽ മണ്ണൊക്കെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പൂഴിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. മുഴുവൻ എണ്ണത്തിൻ്റെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ അരി ഞാൻ ഇതേപോലെ ഒന്ന് നിറച്ചെടുത്തതിന് ശേഷം ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് സമയം മാത്രമേ വേണ്ടൂ ഇതൊന്ന് ആവി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത്ര ടൈം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് സമയം എന്തായാലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് അടർത്തി കൊടുക്കാം. ഇതിൻ്റെ തൊലി ഒന്ന് അടർത്തി കൊടുക്കാം. നിങ്ങൾ അരി അരക്കുമ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിൽ തേങ്ങയും യൂസ് ചെയ്യാം. അപ്പോൾ അതും ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തൊലി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, കല്ലുമ്മക്കായൊക്കെ ആ ഒരു മാവിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കണ്ണൂരൊക്കെ കല്ലുമ്മക്കായ നിറക്കൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസായി പോകണ്ട, കുറച്ച് തിക്കോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കല്ലുമ്മക്കായയിലൊന്നും ഈ ഒരു മുളക് പിടിക്കൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുളക് നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മുഴുവൻ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് കൂടിയായിരിക്കും. അപ്പോൾ അത് അതിനുശേഷം ഞാൻ ഓരോ കല്ലുമ്മക്കായ വീതം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മുമ്പേ ഇത് ആവിക്ക് വെച്ച് വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് റെഡിയാക്കാം. നമ്മൾ ഇതുപോലെ അരി അരച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഇതുപോലെ പൊടി ഉണ്ടെങ്കിൽ ജീരകം ഇട്ട് അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിതൊന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ കല്ലുമ്മക്കായി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ ഓരോന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തട്ടുകടയിലെ സ്പെഷ്യലും നമ്മുടെ കണ്ണൂരിലെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കല്ലുമ്മക്കായ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കഴിയും. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞാൻ മുമ്പും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.